ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞാൻ ഇപ്പം ആരെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നാൽ അറിയോ? ജാമിദ. അതിൻ്റെ കൂടെ ഉള്ളതൊന്നും എനിക്ക് ചേർക്കാൻ പറ്റില്ല. കാരണം എന്നറിയോ, നമ്മൾ ടീച്ചർ എന്നൊക്കെ വിളിക്കുമ്പോൾ അത്രയും റെസ്പെക്റ്റ് ഉള്ള ഒരാളായിരിക്കണം. ഇവളൊക്കെ എന്ത് ടീച്ചർ എന്ന് വിളിക്കണം, അതുകൊണ്ട് ജാമിദ അത് മതി. ഇവള് മലപ്പുറംകാരെയും അതുപോലെ മലപ്പുറത്തുള്ള ഒരു സ്ത്രീയെയും കുറിച്ചിട്ട് പറയുന്നൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം അത് കേട്ടപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയണമെന്ന് വെച്ചിട്ട് ഒന്ന് പറയുകയാണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് അവള് പറയുന്ന വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഇസ്ലാമിനകത്ത് നിന്നിട്ട് ഉസ്താദുമാരെ കൊണ്ട് വേണ്ടതുപോലെ പണിയിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ചില മുസ്ലിം സ്ത്രീകൾ മക്കളായി, ചെറുകുട്ടികളായി, കെട്ടിയോനായി, അവൻ ചത്തു, അടുത്ത കെട്ടിയോനായി, അങ്ങനെ പലവന്മാരായിട്ടും ഇവൾക്കൊന്നും അങ്ങോട്ട് തീരുന്നില്ല. അതുകൊണ്ട് മുഖമൊക്കെ മിനുക്കി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മുക്കാക്കയും മക്കനയും ഒക്കെയായി സൗന്ദര്യം പ്രദർശിപ്പിച്ച് ഇങ്ങനെയുള്ള വിളിച്ച് വീട്ടിൽ കയറ്റുന്നതിന് വേണ്ടി ഇവളുമാരിപ്പോ യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ ഞാനിതിന് മറുപടി പറയണമെന്ന് വിചാരിച്ചതല്ല. എന്റെ തന്തയെ പറഞ്ഞാൽ ഇവളുടെ കുഴിയിൽ കിടക്കുന്ന തന്തയുടെ തന്തയെ ഞാൻ പറയും. ഒരു മിനിറ്റ്. അതായത് ഇപ്പോൾ തന്തനെ പറഞ്ഞതാണ് ഓളെ പ്രശ്നം. അത് പറഞ്ഞ ഓള് കുഴി കിടക്കണ ഓളുടെ തന്തയുടെ പറയുന്നുള്ളത്. ഞാൻ ആദ്യം ഈ പറഞ്ഞ ആളുകളോടാട്ടാ പറയുന്നത്. ഇല്ലാത്തൊരു സാധനത്തെ കുറിച്ചിട്ട് നിങ്ങൾ പറയുമ്പോൾ അവൾക്ക് അത് എത്ര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നറിയോ? നിങ്ങൾക്ക് വേറെ എന്തൊക്കെ പറയാം. ഈ തന്തനൊക്കെ പറയാന്ന് പറയുമ്പോൾ നിലവിലത് ആ സാധനം, അങ്ങനത്തെ ഒരു സാധനം അവൾക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ആദ്യം നിങ്ങൾ അന്വേഷിക്കണം. എന്നിട്ട് വേണം പറയാൻ. പിന്നെ രണ്ടാമത്തത് മുറിഞ്ഞ കാര്യമൊക്കെ. ഈ മുറിഞ്ഞതാണോ മുഴുവനുണ്ടോ എന്നുള്ളത് ഈ ആദ്യം നിന്റെ ഫാദറിൻ്റെമ തന്നെ അങ്ങോട്ട് തുടങ്ങിക്കോ. മനസ്സിലായോ? പിന്നെ എത്രണ്ണ കെട്ടിക്കണമെന്നുള്ളതിന്റെ കണക്കൊന്നും നിന്റെ അടുത്തില്ല. കെട്ടിയതൊക്കെ എങ്ങനെയാണെന്നുള്ളതും ഞാൻ നോക്കിയിട്ടില്ല. ഈ കാണുന്നതും ഈ കണ്ടിട്ടുള്ളതും ഇപ്പൊ കൂടുതലായിട്ട് ഈ അടുത്തായിട്ട് കണ്ടിട്ടുള്ളത് മുഴുവൻ സംഖ്യകളുടെ ആയിരിക്കും. അവരെ തൃപ്തിപ്പെടുത്താനാണല്ലോ ഇവിടുന്ന് മുസ്ലിങ്ങളെ എന്തെങ്കിലും കാഷ്ടിച്ചതാണെങ്കിൽ പോലും അതെടുത്ത് കഴിച്ചിട്ട് അവിടെ കൊണ്ടുപോയി നീ ഛർദിച്ചിട്ട് അത് കഴിച്ച് ആഘോഷിക്കുന്ന ആളുകളെ. അപ്പോ കൂടുതൽ വർണ്ണനയും മെഴുകൊന്നും വേണ്ട. ഇജ്ജ് എന്റെ കാര്യത്തിലേക്ക് വാ. ഇവളുടെ ഒന്നും വായിരിക്കുന്ന കേൾക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പ്രത്യേകിച്ച് സെക്സ് ഇസ്ലാമിനകത്ത് നിന്നിട്ടൊരു മുസ്ലിം സ്ത്രീ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാമം പറഞ്ഞ് കരയുന്നെങ്കിൽ അവളുടെ കടി എത്രമാത്രം മൂത്തതാണ്. അതെ, അങ്ങനെ ഉണ്ടായതായിരിക്കുമല്ലോ ഇജ്ജിപ്പോ ഒന്ന്. കാരണം എന്റെ തള്ളയും നന്ദിയൊക്കെ ഇതിൽ പെട്ടതാണല്ലോ. അപ്പൊ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആദ്യം ഈ ഉമ്മാനോട് ചോദിച്ചിട്ട് അവിടുന്ന് തന്നെ തുടങ്ങിക്കോ. പിന്നെ ഇജ്ജ് പറഞ്ഞത് സെക്സ് ഇസ്ലാം അല്ലേ? ഇത് പണ്ട് ആരോ പറഞ്ഞ മാതിരി ഏത് വാപ്പ വന്നാലും ഉമ്മാക്ക അടി പറഞ്ഞ മാതിരിയാണ് എൻ്റെ കാര്യം. അനക്കൊക്കെ നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇസ്ലാം ഇസ്ലാം ഇസ്ലാം, മുസ്ലിം മുസ്ലിം ഈ നാമം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതല്ലെങ്കിൽ സംഖ്യകൾക്ക് ഭയങ്കര വിഷമാവും. കാരണം എൻ്റെയൊക്കെ വീഡിയോയില് പിന്നെ ആകെ കിട്ടുന്നത് കുറച്ച് വർഗീയത മാത്രമാണ്. അല്ലാതെ എന്തെങ്കിലും ആർക്കെങ്കിലും ഗുണമുള്ളത് ചെയ്തിക്കണോ? ഇല്ല. പിന്നെ ഇവള് പിന്നെ 1 കെട്ടി 2 കെട്ടി 3 കെട്ടി എന്ന് പറഞ്ഞു. ഇവളെത്ര നിലവിൽ കെട്ടിക്കണു നിങ്ങൾക്ക് അറിയോ? 68 വയസ്സുള്ള ഒരു മനുഷ്യനെ ഇവള് ഈ ഇടയായിട്ട് കല്യാണം ആലോചിച്ചു. അതിന്റെ റീസൺ അറിഞ്ഞപ്പോഴാണ് അതിനേക്കാൾ വലിയ ട്വിസ്റ്റ്. ഇയാൾക്ക് പിന്നെ ഏറെക്കുറെ ഇയാൾ തീരാനയക്കണു. അപ്പൊ ഇയാൾക്ക് പെൻഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇവൾ ആദ്യം അന്വേഷിച്ചത് എന്താ അറിയോ? ഇയാൾ മരിച്ചു കഴിഞ്ഞാലും ഈ പെൻഷൻ എനിക്ക് കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കിട്ടൂല എന്ന് അറിഞ്ഞു. എന്നാ ശരി, ഉള്ള സ്വത്ത് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാലോ എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ഇയാളുടെ ബാക്കിയുള്ള ആളുകൾ അറിഞ്ഞു ഇമ്മാതിരി ഒരു കൊടും വിഷത്തെയാണ് മാറ്റി ആലോചിക്കണെന്നുള്ളത്. അപ്പൊ തന്നെ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അയാളുടെ ജീവൻ അങ്ങനെ നിലനിൽക്കാൻ പറ്റി. ഇവളൊക്കെ കെട്ടിയെന്ന് ആലോചിച്ച് നോക്ക്. ഇവള് പെൻഷനും അയാളുടെ സ്വത്തും കണ്ടിട്ട് അയാളെ പിന്നെ കല്യാണം കഴിക്കാൻ റെഡി എന്ന് പറഞ്ഞ് നിന്ന ആളാ. മനസ്സിലായോ? ഒരു പടുക്കിളവന്. ആ ഓളാണ് ഇപ്പൊ മറ്റുള്ളവരുടെ 2ാം കല്യാണത്തിന്റെയും 3ാം കല്യാണത്തിന്റെ ഒക്കെ വിസ്തീകരണം. പിന്നെ ഇവളീ പറയുന്ന വ്യക്തിയില്ലേ, അത് ആകെ ഒരു കല്യാണമേ കഴിച്ചിട്ടുള്ളൂ. അത് കുടുംബമായിട്ട് ജീവിക്കുന്നുമുണ്ട്. ബാക്കി കേൾക്കാം. അങ്ങനെ പലവന്മാരായിട്ടും ഇവൾക്കൊന്നും അങ്ങോട്ട് കാമം തീരുന്നില്ല. അതുകൊണ്ട് മുഖമൊക്കെ മിനുക്കി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മുക്കാക്കയും മക്കനയും ഒക്കെയായി സൗന്ദര്യം പ്രദർശിപ്പിച്ച് ഇങ്ങനെയുള്ള മുറിയണ്ടികളെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നതിന് വേണ്ടി ഇവളുമാരിപ്പോ യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ ഞാനിതിന് മറുപടി പറയണമെന്ന് വിചാരിച്ചതല്ല. എന്റെ തന്തയെ പറഞ്ഞാൽ ഇവളുടെ കുഴിയിൽ കിടക്കുന്ന തന്തയുടെ തന്തയെ ഞാൻ പറയും. അങ്ങനെ കേൾക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പ്രത്യേകിച്ച് സെക്സ് ഇസ്ലാമിനകത്ത് നിന്നിട്ടൊരു മുസ്ലിം സ്ത്രീ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാമം പറഞ്ഞ് കരയുന്നെങ്കിൽ അവളുടെ കടി എത്രമാത്രം മൂത്തതാണ്
എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ഉമ്മാനോട് ചോദിച്ചാൽ മതി. തെരുവ് വേശ്യയ്ക്കുണ്ടായ ഒരു തെരുവ് വെടി, ഒരു ജില്ലാ വെടിയായിട്ടുള്ള ഇതിനെ എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഇവള് രംഗത്ത് വന്നിട്ടുണ്ട്. ഇല്ലാത്തതൊക്കെ ആരാ വിളിക്കണേ? ഒരു മറുപടി ഞാൻ കൊടുത്തിട്ടില്ലെങ്കില് ഞാനൊരു മോശക്കാരിയായി മാറൂലേ? ഇവളെ പേടിച്ചിട്ട് പിന്മാറി. അയ്യോ, അത് ശരിയാണല്ലോ അല്ലേ. ഇജ്ജ് മറുപടി ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആളുകൾ എന്നെ പറ്റി എന്താ വിചാരിക്കുക? എന്നെ ആരെങ്കിലും മോശമാണ് ഇജ്ജെന്ന് വിചാരിച്ച കഴിഞ്ഞില്ലേ പിന്നെ എന്റെ ഭാവി എന്താ? അപ്പൊ ആർക്കും അറിയില്ല ഇജ്ജ് മോശമാണ് എന്നുള്ളത്. വർഗീയത വിറ്റിട്ട് ജീവിക്കുന്നതും വർഗീയത വിറ്റിട്ട് കുടുംബം നോക്കുന്നതും ഇത്തരത്തിലുള്ള ചെറ്റത്തരം മുഴുവൻ ചെയ്ത് എന്നെക്കുറിച്ച് ആരെങ്കിലും മോശമാണെന്ന് വിചാരിച്ച അതിപ്പോ ഞങ്ങൾക്കും കൂടിയും കുറച്ചിലാണെന്നാ ഞങ്ങളും കൂടിയും വിചാരിക്കണേ. അതുകൊണ്ട് ഇജ്ജ് പറ. പ്രത്യേകിച്ച് എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ടുള്ള ചക്കളത്തി പോര് തീരെ ഇഷ്ടമല്ല. എനിക്ക് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. മറ്റുള്ളവരുടെ തീട്ടവും തിന്ന് ജീവിക്കാനൊന്നും താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. ആരെപ്പ ഈ പറഞ്ഞറിയോ? കക്കൂസിന് നീച്ചാത്ത ഒരാളാണ്. ഓള് ഇതല്ലാതെ എന്താ തിന്ന? ഇത് വിറ്റിട്ടാണ് ഓള് ജീവിക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവളുടെ വീഡിയോ എല്ലാവരും പറയുന്നു, എനിക്കറിയത്തില്ല, ഞാനിതൊന്നും കാണാൻ നിൽക്കുന്ന ആളല്ല. അപ്പോ മറ്റുള്ളവരുടെ കഫം തിന്നിട്ടാണ് ഇവള് ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇവള് പറയുന്നുണ്ട് ഇവളുടെ കെട്ടിയോൻ ചത്തു, വേറൊരുത്തനെ കെട്ടി. എന്നിട്ടും എനിക്ക് അങ്ങോട്ട് കാമക്കടിയൊന്നും തീരുന്നില്ല. പലവരെയും വിളിച്ച് പിന്നാമ്പുറത്തൂടെയും ഉമ്മറത്തൂടെയും ഒക്കെ കയറ്റിയിട്ട് എനിക്ക് കടിയൊന്നും അങ്ങോട്ട് തീരുന്നില്ല. അല്ലടി മോളെ, നിന്റെ മക്കള് പെറ്റ് കിടക്കുവാണെങ്കിൽ മരുമോനെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കാമായിരുന്നില്ലേ? കാരണം അങ്ങനെയൊക്കെ, കാരണം ഇവളങ്ങനെ ചെയ്ത് വന്നതാണ്. ഇവളുടെ ഉമ്മ അങ്ങനെ ചെയ്ത് വന്നതാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു ഉപദേശമാണ് ഓളിപ്പോ നിങ്ങക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളത് വലിയ കാര്യത്തിൽ എടുക്കണ്ട. കാരണം ഇവള് പറയുന്നത് ഇവളുടെ കുടുംബ ചരിത്രമാണ്. ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവള് പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇവളുടെ ജീവിതത്തിലെ റിയൽ സ്റ്റോറിയാണ്. അപ്പൊ അത് നിങ്ങൾ എന്തായാലും കേൾക്കണം. സാധാരണഗതിയിൽ നിന്നെ പോലെയുള്ള ലവളുമാരുടെ കടി സാധാരണഗതിയിൽ മലപ്പുറം ഭാഗത്തൊക്കെ തീർക്കുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശരി, എന്തായിരുന്നാലും അവൾക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. ഇവളുമായിട്ടുള്ള ചക്കളത്തിൽ പോര് തുടങ്ങുന്നത് സാബിറ എന്ന് പറയുന്ന ഒരു സ്ത്രീ. പിന്നെ അവര് മനസ്സിലായില്ലേ? നല്ല മുസ്ലിം ആയിട്ട് തന്നെയാണ് അവര് നിൽക്കുന്നത്. ഒരു ഖുർആനും ഹദീസും ഒക്കെ തന്നെയാണ് അവര് പറയുന്നത്. അതെ, ഓള് നല്ല മുസ്ലിം ആയിട്ടാ നിക്കണ. ഓളാണ് ഇടക്ക് മക്കത്ത് ഇമാമും നിക്കല്. അതാർക്കറിയോ? അറിയില്ലല്ലോ. ഖുർആൻ ഹദീസ് പറയുന്നല്ല. അവര് പിന്നെ ഇസ്ലാമിനെ ഒന്നും മോശമാക്കി ഒന്നും പറയുന്ന എന്നെ പോലെയുള്ള ഇസ്ലാം ഇട്ട ആളൊന്നും അല്ല. അപ്പൊ അവര് ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, അങ്ങനെ എന്തൊക്കെയോ ചെയ്തു. അപ്പോഴേക്ക് ഖുർആനും ഹദീസും ഒക്കെ പറഞ്ഞിട്ട് ഉസ്താദുമാര് അവരെ വിമർശിച്ച് രംഗത്ത് വന്നപ്പോൾ അവരെ ഉപദേശിക്കാൻ വേണ്ടി വന്ന പലതന്തയ്ക്കുണ്ടായ ജില്ലാ വെടിയുടെ മോളാണ് ഇപ്പൊ എനിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പൊ അവളെ അങ്ങനെ അങ്ങ് വിടാൻ പാടില്ലല്ലോ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ അവൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ. ഇവളൊക്കെ ജാമിദ ടീച്ചർ എന്ന് വിളിച്ച് തമാശക്ക് പോലും വിളിച്ചിരുന്ന ആളുകൾ ഉണ്ടാവൂലേ? ഓലൊക്കെ ആ നാഗില്ലേ അതൊക്കെ എടുത്ത് ഒഴിവാക്കിക്കളാം. കാരണം എന്താ അറിയോ? ഇവളൊക്കെ ടീച്ചറേന്ന് വിളിച്ചെന്ന് പോയിന്റെ ഒരു പേരില് എന്ത് ടീച്ചർ? വെറും വർഗീയത, അതും ചെറ്റ ഫാമിലിയിൽ ജനിച്ചതാണെന്നുള്ളത്. ഇവള് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവളുടെ തന്തി തള്ളടി അവസ്ഥ ആലോചിച്ച് നോക്കി. ആ ഒരു ഗുണം കൊണ്ടായിരിക്കുമല്ലോ ഇവള് ഇത്രയും വലിയ പവിത്രമായ വാക്കുകൾ ഉപയോഗിക്കണേ അല്ലേ? ബാക്കി പറ. ഇവൾക്കൊന്ന് വൈറൽ ആകണമെങ്കിൽ എന്നെ പോലെ ഒരുപാട് സബ്ബുള്ള ആളുകൾ എടുത്തൊന്ന് വിമർശിക്കണം. അതിനു വേണ്ടി ആരെങ്കിലും വിശക്കാണെന്ന് വിചാരിച്ചിട്ട് കക്കൂസ് കയറി കഴിക്കുവോ? ഇതല്ലാതെ അന്നൊക്കെ വെച്ചിട്ട് വൈറലാകാൻ തീരുമാനിച്ചവർക്ക് അയക്കും നല്ലത് വയറ്റിലാകുക. അറിയോ? എന്നാ ഇത്ര നാണക്കേടുണ്ടാവില്ല. തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവൾക്ക് യൂട്യൂബിലൂടെ ജൂതന്മാരുടെ പണമുണ്ടാക്കി നക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവൾ എന്നെ പിടിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും എന്റെ തന്തയ്ക്ക് വിളിച്ച സ്ഥിതിക്ക് ഇവളുടെ വെടി തള്ളയെയും ഇവളുടെ കള്ളവെടി വന്ന് വെച്ച ഇവളുടെ കെട്ടിയോനെയും ഇവളുടെ തന്തയെയും പറയാതെ എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് ദയവായിട്ട് എന്റെ മാന്യരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഒന്ന് മാറി നിന്നോ കേട്ടോ. അല്ലെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട, ഒരാളും മാറൂല. കാരണം എന്താ അറിയോ? മാന്യത എല്ലാം ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമോ? അതുകൊണ്ട് ഈ മാന്യനായ സബ്സ്ക്രൈബറോട് മാറിക്കാൻ പറഞ്ഞാൽ ഇവിടുന്ന് ആരും മാറാനില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന അത് ചെയ്തിരിക്കണു വെച്ചെങ്കിൽ ആ മാന്യതൊക്കെ എന്നോ ഓനും തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടാവും. അപ്പോ അതുകൊണ്ട് അത് വിട്ട കാര്യം പറയാം. ക്ഷമിച്ചോ, ഇവൾക്കൊരു മറുപടി കൊടുക്കുകയല്ലാതെ തരവില്ല. ഒരു മുസ്ലിം സ്ത്രീ ഇങ്ങനെ ചുണ്ടും ചുമപ്പിച്ചു വരണമെങ്കിൽ ഇവളുടെ മോന്തയൊന്ന് നോക്കിക്കേ. ഇവൾ ആണുങ്ങളെ വശീകരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വെടിവെപ്പുകാരി. അവളുടെ മോന്ത നോക്കണതിന്റെ മുന്നേ എന്റെ മോന്ത ഒന്ന് നോക്ക്. ഒരു പടു കിളവൻ പോലും എന്നെ വേണ്ടാന്ന് വെച്ചുകൊണ്ടിച്ചെങ്കില് അത്രക്ക് വലിയ മൊഞ്ചല്ലേ അല്ലേ? സ്വഭാവം കൂടെ സ്വഭാവം ഇനി എത്ര മോശമാണെങ്കിലും മനുഷ്യന്റെ മുഖം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അക്കൂട്ടത്തിൽ പോലും എന്നെ കൂട്ടിയില്ലല്ലോ. അതെന്താ അറിയോ? ഈ വർഗീയത, എൻ്റെ ഈ മോന്തി
മനസ്സിലായോ? ഇജ്ജ് സ്വയം വിചാരിക്കണ ഇജ്ജ് 14 രാവിന്റെ മൊഞ്ചാന്നാണ്. പക്ഷെ ഞമ്മക്കല്ലേ അറിയുള്ളൂ നേപ്പാളിക്ക് ബംഗാളിയിൽ ഉണ്ടായിട്ട് അതിനൊരു മാക്സിറ്റ് ഇറങ്ങിയതാണെന്നുള്ളത് അതിന്റെ യഥാർത്ഥ കോല അതാണ്. അത് ആദ്യം ഇജ്ജ് മനസ്സിലാക്ക്. പറയാൻ പറ്റുമോ? ഇവളാണ് ആള്. കള്ളവെടിക്ക് ആളെ തപ്പി ഇറങ്ങിയതാ. ഒരു കെട്ടിയോനെ അടിച്ചടിച്ചു കൊന്നു, അടുത്ത കെട്ടിയോനെ അടിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ടും ഇവളുടെ കാമം തീരുന്നില്ല. കണ്ടില്ലേ? ഇവൾ ആദ്യം പറയണത് തന്നെ നോക്കിയോ. ഇവളുടെ ആ ഒരു രൂപഭംഗി നിങ്ങളൊന്ന് നോക്കിക്കേ. സാധാരണഗതിയിൽ ഒരുപാട് മുസ്ലിം സ്ത്രീകൾ ഖുർആനും ഹദീസും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. എനിക്ക് മറുപടിയുമായിട്ട് റുക്സാനയെ പോലെയുള്ള ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ആരും ഇങ്ങനെ തേച്ചുമിനിക്ക് മുഖവുമായിട്ട് ആണുങ്ങളെ വെടിവെക്കാൻ വേണ്ടിയിട്ട് വശീകരിക്കാൻ വരുന്ന സ്ത്രീകളാണ്. മരുമക്കളെ കൊണ്ടും തീരുന്നില്ല എന്ന് തോന്നുന്നു ഇവളുടെ കാമം. എന്റെ പൊന്ന് തള്ളച്ചി, നിന്റെ കാമം തീർക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ ആ ടൈപ്പ് ആളല്ല. നീ വിട്ടുപിടി. നിന്നെ ഏതില് കൂട്ടണം അതൊന്ന് പറഞ്ഞ ഒരു പിടുത്തമല്ല. സംഖ്യകള് തന്നെ ഏതിലാ കൂട്ടിയിരിക്കണത്? സംഖ്യകൾ ഒരു നേരം പോക്കാക്കിയിട്ട് തന്നെ കൂട്ടിയിരിക്കണത്. സംഖ്യകൾക്ക് വേണ്ട വിധത്തില് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും ഞങ്ങൾക്കറിയാം. പിന്നെ ഇജ്ജ് പന്നെ ആയി കൂട്ടണ്ടെന്ന് പറഞ്ഞ പിന്നെ ഏതിലാ എന്നെ കൂട്ടണ്ടു അതെന്ന് പറഞ്ഞാറ്റിക്ക. എടി അപരാധിച്ച് നടക്കുന്ന കള്ള കൂത്തിച്ചി മോളെ, എന്റെ തന്ത എങ്ങനെയാടി നിന്റെ തന്തയാകുന്നത്? അതെ, ഓളെ തന്ത വേറെ എത്രയോ ആളുകളുടെ തന്തയാണ്. അപ്പൊ എങ്ങനെ എന്റെ തന്തയാകണെന്നാ ചോദിക്കുന്നത്. അതിനിപ്പോ ഈ എന്തിനാ ഓളെ തന്തനെ ഏറ്റെടുക്കാൻ നിൽക്കണു? അയാൾക്ക് അല്ല തന്നെ ഉണ്ട് മറ്റേ എന്താ പറയുക കാൽക്കുലേറ്ററിൽ എണ്ണാനുള്ള മക്കള്. അതിന്റെ ഇടയിലൊന്നും ഇങ്ങനെ ഉണ്ടായതാ. കാരണം ഇവളെ പോലെ എങ്ങനെയാണെങ്കിൽ ആ തന്തനെ നമുക്ക് ഊഹിച്ചാൽ കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് മൂപ്പര തന്ത്ര മക്കളെ എണ്ണ എടുക്കാനൊന്നും നമ്മള് പോണ്ട. ഇപ്പൊ ഈ പറയുന്ന സ്ത്രീയില്ലേ, ഉപദ്യര് ഒരു ജസ്റ്റ് ഒരു കോമഡി ബേസിലാണ് നിന്റെ തന്തയല്ല എന്റെ തന്താന്ന്. പക്ഷെ ഇവള് പറയുന്നതോ ഇവള് വെറും തെറി കൊണ്ടാണ് ഇവള് തിരിച്ച് കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താ അറിയോ? ഇവൾക്കൊരു മറുപടി നേരങ്ങത്തിൽ കൊടുക്കാല്ല. ഇവള് ടീച്ചറാണ് പ്രിൻസിപ്പളാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കണില്ലേ. ഇപ്പൊ ആരിഫ് ഹുസൈൻ എന്താ ഓൻ ഡോക്ടർ ആറിന് നടന്നു, അവസാനം ആ സ്ഥാനം പോയി. അതേമാതിരി ഇപ്പൊ ഇവളെ ഇവിടുത്തെ ടീച്ചറാ. ഏത് ട്യൂഷൻ ക്ലാസ്സിലെ ടീച്ചറാ ഇവള്? ഇവള് വർഗീയതല്ലാതെ എന്ത് ക്ലാസ്സാ അവള് ഇന്ന് വരെ എടുത്തിട്ടുള്ളത്? എന്നിട്ട് ഓൾക്ക് വെറും കുറെ തെറി പറയാറി. അതായത് ഉത്തരമില്ലാത്തവനെ തെറി പറയുള്ളൂ. അത് ആദ്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിന്റെ തന്തയ്ക്ക് അങ്ങനെ പലയിടത്തും മക്കളുണ്ടാവും, പലയിടത്തും നാട്ടൊന്നും മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. നിന്റെ തള്ളയെ പോലെ ഒരു തെരുവ് വെടിയെ കൊണ്ട് പറ്റാത്തത് കൊണ്ടും ആ തെരുവ് വേശ്യക്ക് അവന്റെ കാമം പൂർത്തീകരിക്കാൻ പറ്റാത്തത്. ഇതൊക്കെയാണ് മറുപടി. അതായത് നേരങ്ങത്തിലൊരു മറുപടി ഇല്ല. അവര് ചോദിച്ചതിന് ഒരു മറുപടി കൊടുത്തിട്ടില്ല. പറയുന്നത് എന്താ? നിന്റെ തള്ള അങ്ങനെയാണ്, നിന്റെ തന്ത എങ്ങനെയാണ്, നിന്റെ ആങ്ങൾ എങ്ങനെയാണ്, നിന്റെ ഇളയച്ചി ഇങ്ങനെയാണ്, അങ്ങനെ കുറെ തെറിയല്ലാതെ ഇവളെയും കൊണ്ടൊന്നും ഇത് കൂട്ടിയാൽ കൂടൂല. കാരണം എന്താ അറിയോ? ഇവളുടെ പോലെയുള്ള അവളെ ഭാഷയിൽ തന്നെ പറഞ്ഞ ആ യശികളുടെ ശികളുടെ സ്ഥിരം പല്ലവിയാണിത്. തറ്റ ലോക്കലായിട്ട് തെറി ഇങ്ങനെ വിളിക്കുക. അതാണ് അവള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവള് സ്വയം വിചാരിക്കുന്നതും അവള് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ, അതായത് ഇവളുടെ കുറച്ച് ആളുകളെ തൃപ്തിപ്പെടുത്താനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വാക്കുകളാണിത്. അതിങ്ങനെ ഉപയോഗിക്കുക, അല്ലാതെ ഇതിലൊരു കയമ്പും കേക്ക് കാണാൻ കഴിയൂല. കണ്ടോ? ഇതന്നെ ഉള്ളൂ, ഇത്രേ ഉള്ളൂ അറിയോൾക്ക്. അങ്ങനെ ഇവള് വന്നതാ. ഇവളുടെ കണഗുണ വർത്തമാനം ഒന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നാലും ഇവളുടെ കുറച്ച് ഇവള് പറയട്ടെ, നമുക്കൊന്ന് കേൾക്കാം. മറുപടി കൊടുക്കണമല്ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തും മണികൾക്കും എല്ലാവർക്കും പോയി മുത്തം കൊടുത്തേ എന്റെ വിശേഷങ്ങള്. അപ്പൊ ഞങ്ങള് കുറച്ച് ദൂരെ ഈരോട് അതുക്കും മേലെ ഒക്കെ അങ്ങനെ കുറെ സ്ഥലങ്ങൾ കറങ്ങി 2 ദിവസമായി. അങ്ങനെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ കാമിത എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. എടി അപരാധി മോളെ, എടി തെരുവ് വെടിക്കുണ്ടായ ഇതെന്നെ ഇവൾക്ക് അറിയുള്ളൂ. മറ്റാള് ചോദിക്കണതിനൊരു മറുപടി ഇല്ല. അപ്പൊ പറയും എടി അപരാധി, എടി മറ്റവളെ. എന്നാ എന്താണ് അവള് ചോദിക്കണത്? അതിന് മാന്യമായിട്ട്. ഇവൾക്കൊക്കെ ജാമിത എന്നല്ല, കാമപിരാന്ത ഇവൾക്കൊക്കെ. സത്യം പറഞ്ഞാൽ അതാണ് ഇവളെ പ്രശ്നം. ഇവളുടെ മെയിൻ പ്രശ്നം അതാ. അത് സംഖ്യകളെയും കൊണ്ട് കൂട്ടിയാൽ കൂട്ടുന്നില്ല തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പേളകി വരൂല. അപ്പോ ഇതിനൊക്കെ വേറെ അസുഖം. വന്നിരിക്കുന്നത് എന്റെ പൊന്നു മോളെ, വല്ല ഉസ്താദിനും പോയി കുനിഞ്ഞു നിന്ന് കൊടുക്കടി. അതല്ലടി കുറച്ചും കൂടി ഭംഗി. ഉസ്താദുമാരാകുമ്പോൾ നല്ല കൂർപ്പിച്ച് വെച്ചിരിക്കുന്ന സുനയായിരിക്കും. ചെറിയ പ്രായത്തിലെ പിള്ളേരെയൊക്കെ ചെയ്ത് നല്ല ശീലമുണ്ടാകും. അതുകൊണ്ട് അത് ഒക്കെ ഉമ്മ പഠിപ്പിച്ചു കൊടുത്ത അറിവാ തോന്നുന്നുണ്ട്. ഒക്കെ കറക്റ്റ് പറയുന്നുണ്ട്. ഓളെ തള്ള പഠിപ്പിച്ചു കൊടുത്ത അതേ അറിവ് ഇങ്ങനെ കറക്റ്റ് വിളമ്പണുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം.
എല്ലാവരെയും വിളിക്കുന്ന വിളി പരവെടി, ജില്ലാ വെടി. എന്താ ഒരു ഉത്തരമില്ലാന്ന്, ഒന്നിനും ഒരു ഉത്തരവല്ല. ഈ അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ഉസ്താദ്, അതല്ലെന്നുണ്ടെങ്കിൽ പരവേടി. ഇതാണ് ഇവളുടെ ആൻസർ. ഓയ് തൂങ്ങി ചത്തൂടെ മകളെ എനക്ക്. ഒരു 4 സംഖ്യകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇജി ഇത്രയും തെറി വിളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ക്വാളിറ്റി എന്താന്ന് ഞമ്മക്കറിയാലോ. അതുകൊണ്ട് പൊന്നി ജാമിത കാമിത എന്നോട് പറയാനുള്ളത് എന്താ അറിയോ, ഇജ്ജ് തൂറിയിട്ട് ഇജ്ജെന്നെ തിന്നളാം കേട്ടോ. അപ്പൊ ഞാൻ പോട്ടെ. ഓക്കെ, ബൈ.